വഖഫ് ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചതായി സൂചന. ജെപിസി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ഫെബ്രുവരി 13 പാർലമെന്റിൽ ജെപിസി റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി സ്വാതി ചേരുകയാണ്. സ്വാതി, വഖഫ് ഭേദഗതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതായി ഇപ്പോൾ കേൾക്കുന്നു. നേരത്തെ പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകളെ അവഗണിച്ചാണ് ഈ ജെപിസി റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിച്ചത്. പ്രതിപക്ഷ അംഗങ്ങൾ നൽകിയ എല്ലാ ഭേദഗതികളെയും തള്ളിക്കൊണ്ട് കണക്കിലെടുക്കാതെയായിരുന്നു പാർലമെന്റിൽ ആ റിപ്പോർട്ട് വച്ചത്. അത് വലിയ വിവാദമാവുകയും ചെയ്തതാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ അതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. തീർച്ചയായും മനു, ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് വഖഫ് ഭേദഗതി ബില്ല്, അതായത് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ, ബജറ്റ് സമ്മേളനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ജെപിസി റിപ്പോർട്ട് പാർലമെന്റിൽ, അതായത് ഇരു സഭകളിലും, രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിക്കുന്നത്. എന്നാൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധം പാർലമെന്റിൽ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ജെപിസി റിപ്പോർട്ടിന് ശേഷം ഇപ്പോൾ ഇതിന് അംഗീകാരം നൽകി, കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 13 ഈ ജെപിസി റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഈ മുസ്ലിങ്ങളടക്കം ഈ വഖഫ് ബോർഡിലേക്ക് കൊണ്ടുവരുന്നതാണ് പുതിയ ബില്ല് ലക്ഷ്യം വെക്കുന്നത്. അത്തരത്തിൽ 14 ഭേദഗതികളായിരുന്നു അന്ന് ജെപിസി സംയുക്ത പാർലമെന്ററി സമിതിയിൽ 14 ഭേദഗതികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രതിപക്ഷത്തിന്റെ ഒക്കെ വിയോജിപ്പുകൾ മറികടന്നുകൊണ്ടാണ് അതിന് അംഗീകാരം നൽകിയെന്നുള്ളതും അന്ന് തന്നെ, അതായത് ജെപിസി യോഗത്തിൽ തന്നെ ഈ മറ്റു പ്രതിപക്ഷ എംപിമാരെ അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നിലപാടിലേക്കൊക്കെ തന്നെയും പോയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 14 പ്രതിപക്ഷ അംഗങ്ങൾക്ക് അവരുടെ അഭിപ്രായം അറിയിക്കാൻ സമയം പോലും കൊടുത്തില്ല. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ആണ് പല യോഗങ്ങൾ പോലും വിളിച്ചിരുന്നത്. അതിലൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. തലേദിവസം രാത്രി വന്നിട്ട് നാളെ ഇതാ ജെപിസി യോഗം ചേരാൻ പോകുന്നു എന്ന തരത്തിൽ സഡൻ ആയിട്ട് അറിയിപ്പുകൾ കൊടുത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു ആവശ്യവും പ്രതിപക്ഷം മുന്നോട്ട് വച്ച മുസ്ലിം സമുദായത്തിന്റെ ആശങ്കകൾ, പ്രശ്നങ്ങൾ ഒന്നും പരിഗണിക്കാതെ സംഘപരിവാറിന് ഇഷ്ടമുള്ള രീതിയിലേക്ക് ആ ബില്ല് കൊണ്ടുപോവുകയാണ്. മനു സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ജെപിസിയിലടക്കം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിനെതിരെ ഉയർന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും കേൾക്കുന്നതിനോ അവർക്ക് സംസാരിക്കുന്നതിന് സമയം നൽകിയില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു അന്നത്തെ ജെപിസി യോഗത്തിലടക്കം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 14 ഭേദഗതികളോടുകൂടി ഈ റിപ്പോർട്ട് കഴിഞ്ഞ പാർലമെന്റിൽ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ഈ ബില്ലിൽ മുന്നോട്ട് വെക്കുന്ന വലിയ തരത്തിലുള്ള ആശങ്കകളുണ്ട്. ആ ആശങ്കകളൊന്നും തന്നെ പരിഹരിക്കാതെ പൂർണ്ണമായും ബിജെപി എംപിമാരുടെ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ഈ ബില്ലിന് അംഗീകാരം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയായി ഇപ്പോഴും കാണുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ ഈ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ആരോപണങ്ങളും പ്രതിഷേധങ്ങളും പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉയരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ബജറ്റിന്റെ 2ാം ഘട്ട സമ്മേളനത്തിലായിരിക്കും ഇത് സംബന്ധിച്ച ഒരു തീരുമാനം പാർലമെന്റിൽ പൂർണ്ണമായും അവതരിപ്പിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മനു.